റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ലആനൈൻ, ശാപം പിടിച്ച രണ്ട് കാര്യങ്ങളുണ്ട്, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ജനങ്ങളുടെ വഴികളിൽ വിസർജിക്കുക, അവര് വിശ്രമിക്കുന്ന നിഴലുകളിൽ വിസർജിക്കുക. അത് മലവിസർജനം മാത്രമല്ല, മൂത്രവിസർജനം നടത്തുമ്പോഴും ശ്രദ്ധിക്കണം. ഇതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഇക്കാലത്ത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഭക്ഷണ വേസ്റ്റുകൾ, ചപ്പ് ചവറുകൾ വഴിയിലേക്ക്, ഭൂമിയുടെ കണ്ണായ ഭാഗങ്ങളിലേക്ക് വലിച്ചെറിയുക എന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ശാപങ്ങൾ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ അപകടകരമാണ് സഹോദരങ്ങളെ ജലമലിനീകരണം. മണ്ണ് മലിനീകരിക്കാൻ പാടില്ല എന്നതുപോലെ പ്രധാനമാണ് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചിന്തിക്കണം. ജലമലിനീകരണം നമ്മളുടെ കയ്യാലെ അത് സംഭവിക്കാൻ പാടില്ല. വിശ്വാസികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊക്കെ ധാരാളം വിലക്കുകളുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത ലോകം പറഞ്ഞു, അൽ മുഹാഫലത്തു അലാ നളാഫത്തിൽ മാ, വെള്ളത്തിന്റെ വൃത്തി അത് സംരക്ഷിക്കണം. ജലത്തിന്റെ വൃത്തി അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാത്തരം മലിനീകരണങ്ങളിൽ നിന്നും ജലം സംരക്ഷിക്കപ്പെടണം എന്നതാണ്. ഇസ്ലാമു, അപ്രകാരം തന്നെ ഇസ്ലാം വിലക്കിയിരിക്കുന്നു. മലിനമായ കാര്യങ്ങൾ ഇട്ടേക്കുക, ചപ്പുചവറുകൾ ഇട്ടേക്കുക, വസ്സുമൂം, വിഷങ്ങളും ഇട്ടേക്കുക, ഫിൽമാ, ജലാശയങ്ങളിൽ. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വായു മലിനീകരണം പോലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അക്കല സൂമൻ ഔ ബസല, ഒരാൾ വെളുത്തുള്ളി തിന്നു അതല്ലെങ്കിൽ ഉള്ളി തിന്നു, ഫൽയഅ്തസിൽനാ ഔ ലിയഅ്തസിൽ മസ്ജിദനാ, അയാൾ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ, ആളുകൾ ഉള്ളയിടത്തേക്ക് അയാൾ വരരുത്. അയാളുടെ വായിൽ ആ നാറ്റം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ വരാൻ പാടുള്ളൂ. ഉള്ളിയോ വെളുത്തുള്ളിയോ തിന്നാൽ അയാൾ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ, നമ്മുടെ മസ്ജിദിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കട്ടെ എന്ന് പറയാൻ, എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ഒരു ഗന്ധമുണ്ടാവും. അതുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. വേറൊരു ഹദീസിൽ കാണാം, അത്തസാഉബു മിനശ് ശൈത്താൻ, കോട്ടുവായിടുക എന്ന് പറയുന്ന പിശാചിൽ നിന്നുള്ളതാണ്. ഫൈദാ തസാഅബ അഹദുക്കും ഫല്യക്ലിം മസ്തതാ, മനുഷ്യ സഹജമായിട്ട് ഇടയ്ക്ക് കോട്ടുവായൊക്കെ വരും. പക്ഷെ അങ്ങനെ കോട്ടുവായ വരുമ്പോ നിങ്ങൾ പരമാവധി ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണേ എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോട്ടുവായിടാൻ വരുമ്പോ നിങ്ങൾ പരമാവധി ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണേ എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ചെറിയൊരു ദുർഗന്ധം കൊണ്ട് പോലും ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അപ്പൊ വലിയ വാതക മലിനീകരണങ്ങൾ, വലിയ രീതിയിൽ, ഭീകരമായ രീതിയിൽ വായു മലിനീകരണം അത് നിയന്ത്രിക്കപ്പെടണം. ചെറിയ രീതിയിൽ പോലും അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോ വലിയ രീതിയിലുള്ള വായു വാതക മലിനീകരണങ്ങൾ അത് നിയന്ത്രിക്കുന്നതിൽ, അത് നിയന്ത്രിക്കപ്പെടുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നല്ലേ സഹോദരങ്ങളെ മേൽപ്പറഞ്ഞ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.